നെടുമങ്ങാട് മണ്ഡലത്തിൽ 6 ലോക്കൽ ബോഡീസാണ് വരുന്നത്. ഒരു നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തുകളുമാണ് മണ്ഡലത്തിൽ പെടുന്നത്. അത് പലരും കാത്തിരിക്കുന്നതായതുകൊണ്ട് എന്തായാലും നെടുമങ്ങാടിലേക്ക് നോക്കാം. കാരണം ഇപ്പോഴും എക്സിസ്റ്റിംഗ് മന്ത്രി GR അനിലിൻ്റെ മണ്ഡലമാണ്, CPI ആണ്, CPIയുടെ മണ്ഡലമാണ്. അതുപോലെ NDAയുടെ BJP സ്ഥാനാർത്ഥി യുവരാജ് ഗോകുലിന് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ LDF സ്ഥാനാർത്ഥി GR അനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് BJP സ്ഥാനാർത്ഥി ഭയങ്കര അവരെക്കാട്ടിലൊക്കെ മുന്നിലാണ് എന്നുള്ളൊരു വീഡിയോയിൽ അതേമായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കണ്ടു. എന്തായാലും LDFന്റെ വോട്ട് നോക്കുകയാണെങ്കിൽ 65,000 വോട്ടിന്റെ LDFന്റെ ഒരു കോട്ടയാണ്. 54,000 വോട്ട് തൊട്ട് UDF 55,000 വോട്ടിന് അടുത്തുണ്ട്. അപ്പോൾ ഒരു 14,000 വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. NDA 34,000 വോട്ടുണ്ട്. 34,000 വോട്ട് എപ്പോഴും ഒരു 34,000 എന്നുള്ള ഒരു 38,000-40,000 വോട്ട് പാർട്ടി വോട്ടുണ്ടെന്നാണ് BJPയുടെ എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാപ്പോഴും പറയുന്ന പോലെ ഈ പല വാർഡുകളിൽ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മിസ്സാവുന്ന വോട്ട് കൂടെ കൂട്ടിയാണ്. സ്വതന്ത്രരെ 8,500 വോട്ടും. എഫക്റ്റീവ്ലി ഇതിൽ 11,000 വോട്ടുണ്ട്. LDFന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിൽ ഈ BJPയുടെ പ്രശ്നം, BJP മിക്കവാറും വോട്ട് ശരിക്കും പിടിക്കുന്ന LDF കോട്ടകളിൽ നിന്നാണ്. UDFന്റെ വോട്ട് അത് ഇത്തവണ മറിയില്ല. കാരണം UDFന് അനുകൂലമായിട്ട് ട്രെൻഡ് ഉള്ളതുകൊണ്ട് UDFന്റെ വോട്ട് അവിടെ തന്നെ വീഴും എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. അതുകൊണ്ട് തന്നെ ഈ നെടുമങ്ങാട് UDF സ്ലൈറ്റ് മാർജിന് ജയിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്. അതിൽ LDFന് ഒരു 1,000-2,000 വോട്ടിനായിരിക്കും ജയിക്കുക. BJPയുടെ ഒരു മുന്നേറ്റമാണ് UDFന് അത് അനുകൂല ഘടകമാവാൻ പോകുന്നത്. BJP ഒരു 45,000 വോട്ട് ചിലപ്പോൾ അതിൽ കൂടുതലോ പിടിക്കാതിരിക്കും. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പം UDF ഫസ്റ്റും LDF സ്ലൈറ്റ് മാർജിൻ സെക്കൻഡും, അതേപോലെ ചെറിയൊരു മാർജിനിൽ BJP നേടുമെന്നാണ് എൻ്റെ അനാലിസിസ് നെടുമങ്ങാടിനെ പറ്റി.